അപ്പോൾ നമ്മളോട് കുറച്ച് പേര് ചോദിച്ചിട്ട് നമ്മളെ മീറ്ററിൻ്റെ എന്താണ് നമുക്ക് യൂസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു സാംസങ്ങിൻ്റെ A04 ആണ്. അപ്പം കണ്ടീഷൻ ഡെഡ് ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ ആംബിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ പവർ സപ്ലൈയിൽ നമ്മുടെ പവർ സപ്ലൈയിലുള്ള മാറ്റം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നോർമലിൽ നോക്കുമ്പോൾ ഒരു 60-70 വന്ന് ഇങ്ങനെ മാറി കളിക്കുകയാണ്. അതേസമയം നമ്മളെ മീറ്ററിൽ നോക്കുമ്പോൾ ഏകദേശം 640 മില്ലി ആംബിയർ വരെ ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇത് കറക്റ്റായിട്ട് അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഏകദേശം 640 മില്ലി ആംബിയർ വരെ ഇതൊരു മൈക്രോ സെക്കൻഡിൽ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ സ്പൈക്ക് കാര്യങ്ങളൊന്നും നമുക്ക് നോർമൽ പവർ സപ്ലൈയിൽ കിട്ടില്ല. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബക്ക് വോൾട്ടേജ് കാര്യങ്ങളൊന്നും സ്റ്റേബിൾ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പവർ കാര്യങ്ങളൊക്കെ ഓക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ലൈനാണ് ഷോർട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ട് നേരെ പോകുന്ന നമ്മൾ EMMസിൻ്റെ വോൾട്ടേജ് ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ആംബിയർ അവിടെ എടുത്ത് പോയത്. അപ്പോൾ നമുക്ക് ഫോൺ കാര്യങ്ങൾ തന്നെ നമുക്ക് ഓവറായിട്ട് നമുക്ക് ഷീൽഡ് കാര്യങ്ങളൊന്ന് റിമൂവ് ചെയ്യാൻ തന്നെ ഇതിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അതാണ് നമ്മളെ മെയിൻ യൂസായിട്ട് വരുന്നത്. ഓൾഡ് പവർ സപ്ലൈ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ മീറ്റർ നിങ്ങൾക്ക് യൂസ് ആവും.